മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എഡിറ്റർ സൈജു ശ്രീധരന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ട് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിൽ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായിട്ടൊപ്പം മഞ്ജു വാര്യറിനൊപ്പം തന്നെ വിശാഖ് നായർ, ഗായത്രി അശോകനും തുടങ്ങിയ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഷബ്ന മുഹമ്മദ്, സൈജു ശ്രീധർ എന്നിവർ ചേർന്നായിരുന്നു. ചിത്രം 2024 ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ടാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമാകുമ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ തുടങ്ങിയ സ്വന്തമാക്കുന്ന അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. നവംബർ മാസം അവസാനത്തോടുകൂടിയാണ് ചിത്രത്തിന്റെ OTT റിലീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഈ വരുന്ന നവംബർ മാസം 22-ാം തീയതിയോ അല്ലെങ്കിൽ നവംബർ മാസം 29-ാം തീയതിയോ ഈ ഒരു സിനിമ മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി. അപ്പോൾ മഞ്ജു വാര്യർ നായികയായിട്ട് എത്തിയ ഫുട്ടേജ് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് നിങ്ങൾ എത്ര പേരാണ് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.